Welcome to Bina's Competitive Mastery Kodamangalam and also welcome to our English class. So we are studying the chapter The Best Investment I Ever Made by A.J. Cronin. സോ നമ്മൾ പാരഗ്രാഫിൻ്റെ അവസാനം അല്ലെങ്കിൽ സ്റ്റോറിയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണല്ലേ. പിന്നെ നമ്മൾ അതിൻ്റെ ക്ലൈമാക്സ് സെഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണോ കേൾക്കാൻ? ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ ഇന്നലത്തെ പറഞ്ഞ ആ പാരഗ്രാഫ് ഉണ്ട്, അത് നമുക്ക് നോക്കണ്ടേ? എല്ലാവരും ഓർമ്മയുണ്ടോ? നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് നിർത്തിയത്. എന്തായിരുന്നു അപ്പോൾ ആ പാരഗ്രാഫിൽ? വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദ യങ് മാൻ സൂയിസൈഡ്? വാട്ട് വാസ് ദ റീസൺ? യെസ്, അവനൊരു ബെറ്റ് വെച്ചു. അല്ല, എന്തിനാ ബെറ്റ് വെച്ചത്? ഒരു കുതിരപ്പന്തയം ജയിക്കണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഏജിൽ അവന് ഒരു ലൂസ് സൊസൈറ്റിയിലൊക്കെ ആയി ആ ഒരു രീതിയിൽ അവൻ്റെ ലൈഫ് സ്പോയിലായി പോയി. അങ്ങനെ അവൻ ബെറ്റ് അല്ലെങ്കിൽ ഒരു കുതിരപ്പന്തയം എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് വരെ എത്തി നിൽക്കുന്നു. അപ്പം അതിന് ജയിക്കാൻ വേണ്ടിയിട്ട് അവൻ ആദ്യം ജയിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെയും ജയിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓഫീസിൽ നിന്ന് പണം മോഷ്ടിക്കുന്നു. എന്നിട്ട് ആ കുതിരപ്പന്തയം വീണ്ടും പൈസ കൊടുത്ത് ചേരാനായിട്ട് നോക്കുന്നു. പക്ഷേ അത് അവൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവന് പേടിയായി. എന്തിനാ പേടിയായത്? ടെറിഫൈഡ് ഓഫ് ദ പ്രോസിക്യൂഷൻ അവൻ പേടിച്ചു. അങ്ങനെ അവന് വളരെ ഒരു സിക്ക് അനുഭവപ്പെട്ടു, വളരെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. അങ്ങനെ അവൻ്റെ റൂമിൽ കയറിയിരുന്നു, റൂം ഷട്ട് ചെയ്തു, അല്ലെങ്കിൽ മുറിയുടെ അകത്ത് കയറി ഇങ്ങനെ ഇരുന്ന് വളരെ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥ വരെ എത്തി വന്നു. അങ്ങനെ നമ്മുടെ സർജൻ പോലീസ് അവനോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? ഭയങ്കര ഗ്രഫ്ലി എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? ഒരു ദേഷ്യഭാവത്തോടെ ചോദിക്കുകയാണ്, നീ എത്ര രൂപയാണ് മോഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ എത്രയാണ് പറഞ്ഞത്? വളരെ തുച്ഛമായിട്ടുള്ളൊരു പൈസ അല്ലേ, അതായത് 17 പൗണ്ട്സും 7 പൗണ്ട്സും 10 ഷില്ലിങ്സുമാണ് അവൻ മോഷ്ടിച്ചതെന്ന് പറയുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അങ്ങനെ എല്ലാവരും ഇത് കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതാണ് നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു പോർഷനിൽ നോക്കിയതല്ലേ. ഓക്കെ, നമുക്കിനി അടുത്ത പാരാഗ്രാഫ്സിലേക്ക് പോയാലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15 to 16, 17 പാരാഗ്രാഫ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. There was a pause. എല്ലാവരും നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. The three of us, the surgeon, the landlady and me, as the sole witness of the near tragedy, had the same unspoken thought in our minds. We decided to give the young man a fresh start. അങ്ങനെ എല്ലാവരും, ഞങ്ങൾ 3 പേരും ആ ഒരു അറ്റിക്ക് എന്തായിരുന്നു? റൂമിലുണ്ടായിരുന്നു. ഒന്നും പറയാൻ പറ്റുന്നില്ല. അവൻ്റെ ഈ അവസ്ഥ കേട്ടിട്ട് ആർക്കൊന്നും ഒന്നും പറയാൻ പറ്റുന്നില്ല. അൺസ്പോക്കൺ തോട്ട്സ് ആണ് എല്ലാവരുടെയും മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ആ ചിന്തകൾക്കൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് അവരൊരു തീരുമാനം എടുത്തു. വാട്ട് വാസ് ദെയർ ഡിസിഷൻ? they want to or they give the young man a fresh start. ഒരു പുതിയ തുടക്കം നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കണം എന്ന് അവരൊരു ഡിസ്കഷൻ ഇട്ടു. And we were moved to 16th paragraph. The surgeon, at considerable risk to his job, resolved to make no report upon the case so that no court proceedings would result. അങ്ങനെ ഓരോരുത്തരായിട്ട് എങ്ങനെ ആ കുട്ടീനെ രക്ഷിക്കാം എന്നുള്ളൊരു ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സർജൻ എന്താ ചെയ്തത്? അവൻ്റെ ആ ഒരു ജോബിൻ്റെ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് അവനെ ആ ഒരു കേസിൽ നിന്ന് മോചിപ്പിച്ചു. ഇത് കേസാക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ലോയിലേക്ക് അല്ലെങ്കിൽ കോർട്ടിലേക്ക് ഈ ഒരു കേസ് കൊടുക്കാതെ ഞാൻ അവനെ രക്ഷിച്ചോളാം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ പോലീസ് സർജൻ തീരുമാനമെടുത്തു. നമ്മുടെ ലാൻഡ് ലേഡി എന്താ ചെയ്തത്? the landlady offered a month's free board until he should get his feet again. അവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനാകുന്നത് വരെ അവൻ ആ റൂം അവർ ഫ്രീ ആയിട്ട് കൊടുത്തോളാമെന്ന് ലാൻഡ് ലേഡി സമ്മതിച്ചു. ആൻഡ് പിന്നെന്താണ്? while I making perhaps the least contribution came forward the 7 pounds 10 shillings for him to put back in the office safe. അങ്ങനെ നമ്മുടെ ഓദർ എന്താ തീരുമാനിക്കുന്നത്? ഞാൻ അവനെന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓദർ അവൻ്റെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തോളാം. ഓഫീസിൽ നിന്ന് അവനെടുത്ത പൈസ കൊടുത്തിട്ട് ആ പൈസ ഞാൻ അവന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓദറും
ഒരു ഫ്രഷ് സ്റ്റാർട്ടിനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നു, അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മുടെ യങ് മാൻ്റെ ആ ഒരു ലൈഫ് രക്ഷപ്പെട്ടത്. ഇനി നിങ്ങൾക്ക് ഈ യങ് മാൻ ആരാണെന്ന് തോന്നുന്നു? യെസ്, ഓഫ് കോഴ്സ്, അത് നമ്മുടെ ജോണാണ്, അല്ലേ? നമ്മുടെ ജോണസ് കഥ ഓർക്കുകയായിരുന്നു ഇത്രയും നേരം. ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദി നൈറ്റ്. അങ്ങനെ ആ ഒരു രാത്രി, ഇനി നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നിന്നൊക്കെ മറന്ന് പ്രസൻറ്റിലേക്ക് വരണം. പ്രസൻറ്റിൽ എല്ലാവരും ആ ഷിപ്പിലിരിക്കുന്നു. ആരൊക്കെയായിരുന്നു ഷിപ്പിലുണ്ടായ ആൾക്കാർ? നമ്മുടെ ആദ്യത്തെ ഓദർ ഉണ്ടായിരുന്നു, ജോണും ഉണ്ടായിരുന്നു, വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ജോൺ അയാളുടെ ആ ഒരു എക്സ്പീരിയൻസ് അവർ രണ്ടുപേരും കൂടി ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ആ യങ്ങായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ജോണസ് ലണ്ടനിൽ വന്നതും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ കഥകളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്, അല്ലേ? അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആർക്കും ഒന്നും പറയാനില്ല. ദർ വാസ് നോ നീഡ് ഓഫ് എ സ്പീച്ച്. ഒരു സ്പീച്ചിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. വിത്ത് എ ടെൻഡർ ജെസ്റ്റർ മിസ്സിസ് എസ് ഹാഡ് ടേക്കൻ ഹെർ ഹസ്ബൻഡ്സ് ഹാൻഡ്. അങ്ങനെ നമ്മുടെ എല്ലാവരും നിശബ്ദമായിട്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ആ 3 പേരും ആ ഷിപ്പിലിങ്ങനെ നിശബ്ദമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജോണസിൻ്റെ വൈഫ് എന്ത് ചെയ്തു? ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ജോണിൻ്റെ കൈയെടുത്ത് അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. ആൻഡ് ആസ് വി സാറ്റ് ഇൻ സൈലൻസ്, എന്നിട്ട് ഞങ്ങൾ എങ്ങനെ ഇരുന്നു? സൈലൻസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഐ കുഡ് നോട്ട് ബട്ട് റിഫ്ലെക്ട് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ്. ഐ കുഡ് നോട്ട് ബട്ട് റിഫ്ലെക്ട് ദാറ്റ് ഇറ്റ് വാസ് ദ, പക്ഷേ എന്താണ് ഓദർ ചിന്തിക്കുന്നത്? ഇതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കൂട്ടിവെച്ചിരിക്കുന്ന, കൂട്ടി വെച്ചിരിക്കുക എന്നൊക്കെ പറയൂലേ, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നമ്മുടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടു, അതാണ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളായിട്ട് കണ്ടുവച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ ഓദറിൻ്റെ ലൈഫിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഇതാണ്, ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അതെന്താണ് അങ്ങനെ പറയാനുള്ള റീസൺ? അദ്ദേഹം കാരണം ജോണസിൻ്റെ വൈഫ് ഒരു രീതിയിലും മോശമാകാതെ, ഇല്ലെങ്കിൽ അന്നേരം ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ അവർ വന്നില്ലായിരുന്നെങ്കിൽ, അല്ലേ? അപ്പോൾ ജോണസ് അത്രയും ഒരു നന്ദിയോടെയാണ് നമ്മുടെ ഓദറിനെ ഇവിടെ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഇപ്പം ഉണ്ടാവില്ലായിരുന്നു. കാരണം അദ്ദേഹം ഇല്ല ഇന്നിവിടെ, അല്ലേ? അത് കാരണം ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് അദ്ദേഹം എന്താ ചെയ്തത്? ഒരു യൂത്ത് വിങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഡെലിക്വൻ്റ് ആയിട്ടുള്ള യൂത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പം ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട വ്യക്തികൾ ആരാണ്? ആ 3 പേരെയാണ് നമ്മുടെ ജോണസ് ഇവിടെ ഓർക്കുന്നത്. നമ്മുടെ ഓദറാണ് അതിലെ മെയിൻ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ രാത്രി ആയിട്ട് പോലും ആ ഡോക്ടർ ആ യങ് മാൻ്റെ അല്ലെങ്കിൽ ജോണിൻ്റെ അടുത്ത് വരാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മുടെ ജോൺ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാനും നല്ല കുറേ വാല്യൂസ് നമുക്ക് കിട്ടും. ഇപ്പം നമുക്കും ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒരു മണിയും കൂടാതെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു പാഠവും കൂടി ഈ ഒരു ലെസണിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. I had paid me no dividends in worldly goods, but had turned out to be immensely profitable. It stood out against all the bad investments I had made throughout the years, those foolish speculations for material gain, producing only anxiety, disappointment and frustration. ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഓദർ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഈ ഒരു വേൾഡിൽ ഒരുപാട് വേൾഡ്ലി ഗുഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരുപാട് സുഖങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് കാണുന്ന നമ്മളായിട്ട് ഒരു സന്തോഷം വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാളുടെ മുഖത്ത് കാണുന്ന ആ ഒരു ചിരി, ഇല്ലെങ്കിൽ അയാളുടെ ലൈഫ് അപ്പാടെ മാറുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും, അല്ലേ? പക്ഷെ ഇതൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. ഇതൊന്നും നമുക്ക് ഒരിക്കലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളും നമുക്ക് എന്താണ് തരുന്നതെന്നാണ് നമ്മുടെ ഓദർ പറയുന്നത്. ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ്, ഫ്രസ്ട്രേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു വേൾഡിലെ ഗുഡ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഹാപ്പിനെസ് എന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു, ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു എന്ന് നമ്മുടെ ഓദർ ഈ ഒരു അനക്ഡോട്ടിൽ കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്.
അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. പിന്നെ നിങ്ങളിത് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പാരാഗ്രാഫും കുറച്ച് ഡിഫിക്കൽട്ടാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പതുക്കെ പോയത് ഈ പോർഷൻസ്. ഓരോ വേർഡ്സും ഓരോ സെൻറ്റൻസുകളും എങ്ങനെയാണെന്നും പ്രസൻറ്റും പാസ്റ്റൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ കിടപ്പുണ്ട്. നിങ്ങൾ നന്നായിട്ട് വായിക്കുക. വായിച്ച് പോകുന്ന കൂട്ടത്തിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ചാപ്റ്റർ പഠിച്ച് തീർക്കാൻ പറ്റും. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കിതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാനുള്ളത് ഏതായിരുന്നു? 14th 15th ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമുക്കിനി ഇതിൽ നോക്കാനുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ദ ഓതർ സേസ് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹീ ഹാഡ് എവർ മെയ്ഡ്? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ഹീ ഹാഡ് മെയ്ഡ് മെനി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫോർ മെറ്റീരിയൽ ഗെയിൻ ബട്ട് ഹീ ഹാഡ് ലോസ്റ്റ്. അപ്പോൾ എന്താ നമ്മുടെ ഈ ഓതർ ഓർക്കുന്നത്? ഒരുപാട് മെറ്റീരിയൽ ഗെയിനിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓതർ, പക്ഷേ അതെല്ലാം പാഴായിപ്പോയി എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. അതെന്താണ് അദ്ദേഹത്തിന് കൊടുത്തത്? എന്ത് ലോസസ് ആണ്? ലോസസ് ബ്രോഡ് ഹിം ഓൺലി ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ്, ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ മാത്രമേ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊടുത്തുള്ളൂ. പക്ഷേ ബട്ട് ഹിയർ ഹി മെയ്ഡ് എ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഇദ്ദേഹം ഇവിടെ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നേടിയേക്കുന്നത്. എങ്കിലും എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ചേഞ്ച്ഡ് ദ ലൈഫ് ഓഫ് എ മാൻ. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഓതറിൻ്റെ ലൈഫ് അപ്പാടെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. ഹു ഹാസ് ബിക്കം ആൻ എക്സലൻറ്റ് സിറ്റിസൺ ഡൂയിങ് സർവീസ് ടു ദ സൊസൈറ്റി. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയത്? ആർക്ക്? ജോണിന് എന്താണ് ചെയ്യാൻ പറ്റിയത്? നല്ല എക്സലൻറ്റ് വർക്ക്സ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിച്ചു. ഒരു യൂത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഓതർ ഇത്രയും കാര്യങ്ങളാണ് ഓർക്കുന്നത് അവസാന ഭാഗത്ത്. അപ്പോൾ നിങ്ങളതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ സർജൻ, ദ ലാൻഡ് ലേഡി ആൻഡ് ദ നറേറ്റർ ഹെൽപ്ഡ് ദ യങ് മാൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഓക്കെ, ഇവിടെ ഒരു എങ്ങനെയൊക്കെയാണ് അവർ 3 പേരും ഹെൽപ്പ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അതൊന്ന് നോക്കാം. പേഴ്സൺ ഹു ഹെൽപ്ഡ് മിസ്റ്റർ ജോൺ ആരൊക്കെയാണ്? സർജൻ, ലാൻഡ് ലേഡി ആൻഡ് ദ നറേറ്റർ. ഹൗ ദേ ഹെൽപ്ഡ്? സർജൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തേ? നോട്ട് റിപ്പോർട്ടിങ് ദ കേസ്. ആ കേസ് റിപ്പോർട്ട് ചെയ്യാതെ സഹായിച്ചു. ലാൻഡ് ലേഡി എന്താ ചെയ്തത്? ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ്. അത് ഫ്രീ ആയിട്ട് അവൻ്റെ കാലിൽ നിൽക്കുന്ന അത്രയും നാൾ വരെ ആ ഒരു ഹൗസ് ഫ്രീ ആയിട്ട് അവന് കൊടുത്തു. നമ്മുടെ നറേറ്റർ എന്താ ചെയ്തത്? പൈസ തിരിച്ചു കൊടുത്തു. ഗേവ് ഹിം 7 pounds and 10 shillings ടു പുട്ട് ബാക്ക് ഇൻ ദി ഓഫീസ് സേഫ്. ഇനി അവരെന്ത് റിസ്ക് ആണ് ഏറ്റെടുത്തത് നോക്കിക്കേ. സർജൻ്റെ എന്ത് ചെയ്തു? അവൻ്റെ ജോലി പോവാതെ നോക്കി. ലോസ് ഓഫ് ഹിസ് ജോബ്. ആരുടെ? ജോണിൻ്റെ. ലാൻഡ് ലേഡി എന്താ ചെയ്തേ? ഷീ മേ നോട്ട് ഗെറ്റ് ദ മണി. അവർക്ക് പൈസ കിട്ടില്ലല്ലോ, അത് ഏറ്റെടുത്തൊരു റിസ്ക് ആണ്. നറേറ്റർ എന്താ ചെയ്തത്? ഹീ ഈസ് നോട്ട് ഷുവർ ഇഫ് ഹീ വിൽ പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ് ഹൗവർ ഹീ ലോസസ് ദ മണി. അയാൾക്ക് അദ്ദേഹത്തിന് പൈസ പോവുകയാണ് ചെയ്തത്. അവരുടെ ഓഫീസിലേക്ക് വെക്കാൻ ഉള്ള പൈസയാണല്ലോ അദ്ദേഹം മാറ്റി വെച്ചേ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസേഴ്സ്. എല്ലാവരും അത് എഴുതിയെടുക്കുക, നന്നായിട്ട് ഈ ചാപ്റ്റർ വായിക്കുക. പിന്നെയും പറയുകയാണ്, വേർഡ്സൊക്കെ നന്നായിട്ട് പഠിക്കണതിൻ്റെ കേട്ടോ. നമുക്ക് നല്ല നല്ല സെൻറ്റൻസുകൾ എഴുതാൻ പറ്റുള്ളൂ. വൊക്കാബുലറി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക എല്ലാവരും. മാക്സിമം വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ ആരും മറക്കരുത്. ഓക്കെ, നമുക്കിനി മീനിങ് പാർട്ടിലേക്ക് പോവാം. ഫസ്റ്റ് വേർഡ് എന്താ? ലാൻഡ് ലേഡി. ലാൻഡ് ലേഡി എന്നാ നമ്മൾ പറഞ്ഞായിരുന്നു, എ വുമൺ ഹു റെൻറ്റ്സ് ഔട്ട് ലാൻഡ് ഓർ ബിൽഡിംഗ്. ഒരു ലാൻഡോ ബിൽഡിങ്ങോ റെൻറ്റിന് കൊടുത്തിരിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് എന്ത്? ലാൻഡ് ലേഡി. ടെൻഡർ ജെസ്റ്റേഴ്സ് എന്താണ്? എ മൂവ്മെൻറ്റ് ഓഫ് പാർട്ട് ഓഫ് ദ ബോഡി എസ്പെഷ്യലി ഹാൻഡ് ഓർ ഹെഡ്. നമ്മുടെ ഹാൻഡോ ഹെഡോ മൂവ് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻറ്റിനെ, പാർട്ട് ഓഫ് ദ ബോഡി മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെൻഡർ ജെസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് വേൾഡ്ലി ഗുഡ്സ്. എന്താണ്? തിങ്സ് വൺ ഓൺ. നമുക്കുള്ള അല്ലെങ്കിൽ ഭൗമിക സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി വേണം എന്നുള്ള ഒരു ഇതിനെയാണ് വേൾഡ്ലി ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേൾഡ്ലി ഗുഡ്സ് എന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇമ്മൻസ്ലി എന്താണ്? ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, അതായത് വളരെയധികം എന്നുള്ളൊരു മീനിങ്ങാണ് ഇമ്മൻസ്ലി.
കുറേ ഉള്ളത്, ഇമെൻസ്ലി പ്രോഫിറ്റബിൾ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസയുണ്ട്, ധാരാളം പൈസയുള്ള ആൾക്കാരെ പറയുന്നതാണ്. അല്ലെങ്കിൽ ഇമെൻസ്ലി മീൻസ് ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, അല്ലെങ്കിൽ വളരെയധികം എന്നാണ് അതിൻ്റെ മീനിങ്. സ്പെക്കുലേഷൻസ് എന്താണ്? സ്പെക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള മെറ്റീരിയൽ ഗെയിൻസ്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടല്ലേ, അതായത് എന്താ പറയുക, മെറ്റീരിയൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളെയാണ്, ഭൗമികമായിട്ടുള്ള സുഖങ്ങളെ തന്നെയാണ് നമ്മൾ സ്പെക്കുലേഷൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഗെയിൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വേർഡാണ് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ എന്താണ്? ദ ഫീലിംഗ് ഓഫ് ബീയിങ് വറീഡ്, ഭയങ്കരമായിട്ട് വറി ചെയ്തിരിക്കുക, ആങ്സൈറ്റി, ഭയങ്കര സാഡായിട്ടുള്ള മൊമെൻറ്റിനെയാണ് ഫ്രസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ മെറ്റീരിയൽ ഗെയിൻ അദ്ദേഹത്തിന് വളരെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് നമ്മുടെ ഓഥർ അവസാനമായിട്ട് ഓർക്കുന്നത് ഈ ഒരു സ്റ്റോറിയിൽ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത നമുക്ക് നമ്മുടെ ഗ്രാമർ പാർട്ടിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്തായിരുന്നു, ഇഡിയംസും ഫ്രേസസ് ഒക്കെ നോക്കിയല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, പ്രിപ്പോസിഷൻസ്. അപ്പോൾ അതൊന്ന് നമുക്ക് കുറച്ച് പഠിച്ചാലോ? പ്രിപ്പോസിഷൻസ് എന്താണെന്ന് നോക്കാം. പ്രിപ്പോസിഷൻ, ദ വേർഡ് വിച്ച് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു നൗൺസ് ഇൻ ദ സെയിം സെൻറ്റൻസ് ഈസ് കോൾഡ് പ്രിപ്പോസിഷൻ. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഓൾറെഡി. ഒരു സെൻറ്റൻസിൽ വരുന്ന, അല്ലെങ്കിൽ ദ വേർഡ് വിച്ച് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു നൗൺസ് ദ സെയിം സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിൽ വരുന്ന രണ്ട് സെൻറ്റൻസിൻ്റെ റിലേഷൻഷിപ്പിനെ, അല്ലെങ്കിൽ അതിൻ്റെ റിലേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ടാവും. എന്തിൻ്റെ ഇടയിൽ? ഈ രണ്ട് നൗൺസിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ വേർഡ് വിച്ച് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു നൗൺസ് ഇൻ ദി സെയിം സെൻറ്റൻസ്, സെയിം സെൻറ്റൻസിൽ വരുന്ന ടു നൗൺസിൻ്റെ ഇടയിൽ വരുന്ന ഒരു വേർഡ്, അല്ലെങ്കിൽ അതിൻ്റെ റിലേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡിനെ പറയുന്നതാണ് പ്രിപ്പോസിഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കേ. ദ സ്കൈ ഈസ് എബവ് അവർ ഹെഡ് അല്ലേ? ദ സ്കൈ ഈസ് എബവ് അവർ ഹെഡ്, നമ്മുടെ തലയുടെ മുകളിൽ എന്തുണ്ട്? ആകാശമുണ്ട് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് വേർബ്സ് ഏതൊക്കെയാണ്? നൗൺസ് ഏതൊക്കെയാണ്? ദ സ്കൈ ഈസ് എബവ് അവർ ഹെഡ്, സ്കൈയും ഹെഡും ആണ് അവിടുത്തെ നൗൺസ് എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ സെൻറ്ററിൽ വന്നിരിക്കുന്ന വേർഡ് എന്താണ്? എബവ്, ഈസ് എബവ് അവർ ഹെഡ്. ഹിയർ ദ വേർഡ് എബവ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നൗൺ സ്കൈ ആൻഡ് ഹെഡ്. മനസ്സിലായില്ലേ? Here the word above shows the relation between the noun sky and head. We were used the word above, shown. Above എന്ന് പറയുന്ന ആ ഒരു വേർഡാണ് ആ രണ്ട് നൗൺസിൻ്റെ അതിൻ്റെ റിലേഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ്. എന്താണ്? എബവ് ആണ്. ഇങ്ങനത്തെ വേർഡ്സിനെ പറയുന്നതാണ് എന്ത്? പ്രിപ്പോസിഷൻസ്. ഇനി നിങ്ങൾ ഈ കുറച്ച് എക്സാമ്പിൾസ് നമുക്കിവിടെ കാണാം. ദ ബോൾ ഈസ് അണ്ടർ ദി ടേബിൾ, മൈ ഫ്രണ്ട് സിറ്റ്സ് നിയർ മീ, there is nothing in it, we go around them, he is coming from there, I stand between them. കുറച്ച് സെൻറ്റൻസിൽ നമുക്ക് പ്രിപ്പോസിഷൻസ് കണ്ടുപിടിക്കണം. എല്ലാവരും റെഡിയാണോ? ഓക്കെ, നമുക്കറിയാമല്ലോ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സാമ്പിൾസ് ആയിട്ടാണ് പ്രിപ്പോസിഷൻ്റെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സെൻറ്റൻസസിൽ നിന്ന് പ്രിപ്പോസിഷൻ വേർഡ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. റെഡിയല്ല എല്ലാവരും? ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേ. ദ ബോൾ ഈസ് അണ്ടർ ദ ടേബിൾ. The ball is under the table. എന്തായിരിക്കും അതിൽ വരുന്ന പ്രിപ്പോസിഷൻ? Yes, of course, under is the preposition. Because of what? Ball and table is the noun of the sentences. So, what is preposition? The word which shows the relationship between two nouns in the same sentence is called preposition. So in this sentence, under is the preposition. And the second sentence, the friend sits near me. The friend sits near me. Which is the preposition in this sentence? Friend and me is the noun of the sentence. And the preposition is near. And the next one,
ദർ ഈസ് നത്തിങ് ഇൻ ഇറ്റ്. ആ ഒരു സെൻറ്റൻസിൽ വരുന്നത് എന്താ? ദർ ഈസ് നത്തിങ് ഇൻ ഇറ്റ്. നത്തിങ് ആൻഡ് ഇറ്റ് ഈസ് ദ നൗൺ ആൻഡ് ദ കണക്റ്റിംഗ് വേർഡ് ഈസ് ഇൻ ഈസ് ദ പ്രിപ്പോസിഷൻ ഹിയർ. ആൻഡ് വി ഗോ റൗണ്ട് ദം. ഏതായിരിക്കും ഇല്ല പ്രിപ്പോസിഷൻ? യെസ്, ഓഫ് കോഴ്സ് റൗണ്ട്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? നമുക്കിതിൽ നൗണായിട്ടല്ല കാണാൻ പറ്റുന്നത്, പ്രൊനൗൺസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പ്രൊനൗൺസ് എന്താണ്? നമ്മൾ നൗൺസിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ്. അതിൽ നമുക്ക് വി ആകാം, ദെം ആവാം, ഐ ആവാം, അങ്ങനെ ഹി ആവാം, ഹിസ് ആവാം, ഷീ ആവാം, ഹർ ആവാം, അങ്ങനെ പല പല വേർഡ്സ് നമ്മൾ നമ്മുടെ പേരിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊനൗൺസിൻ്റെ ഒപ്പം നമ്മൾ ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ വി ആൻഡ് ദം, between this sentence we know that round is the preposition of the sentence. Okay, and അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രൊനൗൺസിലാണ്. ഷീ ഈസ് കമ്മിങ് ഫ്രം ദർ. ഷീ ഈസ് കമ്മിങ് ഫ്രം ദർ. ഷീ ആൻഡ് ദർ ഈസ് ദ what? Noun or pronoun of the sentence, and we just connecting the sentence into preposition word that is from. Okay, and the last sentence, I stand between them. In this sentence also we know that there is two pronouns, that is I and them is the pronouns which is connecting with one word, that is preposition in the sentence. That preposition is between. Between is the preposition of the sentence. So all of you understood what is preposition is? Yes, preposition, the noun or pronoun that follows a preposition is said to be governed by the preposition. That noun or pronoun is said to be its object. That means നമുക്ക് നൗൺസിലും പ്രൊനൗൺസ് വന്നാലും അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സിനെ നമ്മൾ പറയുന്നതാണ് പ്രിപ്പോസിഷൻസ്. മനസ്സിലായില്ല എല്ലാവർക്കും എന്താണെന്ന്? ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ഒരു കാര്യം കൂടി പ്രിപ്പോസിഷൻസിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ്ഡ് ബിഫോർ എ നൗൺ, പ്രൊനൗൺ ഓർ നൗൺ ഫ്രേസ്. നമ്മൾ പറഞ്ഞു ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ വരുന്ന നൗണിനെയോ പ്രൊനൗണിനെയോ ഇല്ലെങ്കിൽ നൗൺ ഫ്രേസ് ചേർന്ന സെൻറ്റൻസുകളുടെ ഒപ്പം നമ്മൾ ഈ പ്രിപ്പോസിഷൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ടു ഷോ, എന്തിനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്? മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഷോ ഡയറക്ഷൻസ്. ഇപ്പോൾ ഡയറക്ഷൻസ് കാണിക്കുന്ന സെൻറ്റൻസുകളാവാം, ഇല്ലെങ്കിൽ ടൈം കാണിക്കുന്ന സെൻറ്റൻസുകളാവാം, പ്ലേസസ് കാണിക്കുന്ന സെൻറ്റൻസുകളാവാം, ലൊക്കേഷൻസ് ആവാം, സ്പേഷ്യൽ റിലേഷൻഷിപ്സ് ആവാം, ഓർ ടു ഇൻട്രൊഡ്യൂസ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളിൽ പോലും നമ്മൾ ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഭയങ്കര കൺഫ്യൂഷനൊന്നും ആവണ്ട, വേറെ ഒന്നുമില്ല. നമ്മൾ ചില സെൻറ്റൻസുകൾ കണ്ടിട്ടുണ്ട്, ചില ഡിസ്റ്റൻസ് കാണിക്കാൻ അല്ലെങ്കിൽ ടൈം കാണിക്കാൻ ഓൺ, നമ്മളിപ്പോൾ പറയില്ലേ ഇത്ര സമയമായി, ബാലു ഈസ് വാക്കിംഗ് അപ്പ് ഓൺ ദിസ് ടൈം. അതിൽ ഓൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം പ്രിപ്പോസിഷനാണ്. സോ അങ്ങനെ പറയുന്നത് മനസ്സിലായോ? ടൈം കാണിക്കാം, ഇല്ലെങ്കിൽ ഡിസ്റ്റൻസ്, എറണാകുളം ടു പാലാരിവട്ടം ടു എറണാകുളം ഇത്ര കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? അങ്ങനത്തെ ഉള്ളതാവാം, ഇല്ലെങ്കിൽ സ്പേഷ്യൽ റിലേഷൻസ് കാണിക്കുന്നതാവാം. അങ്ങനെ പല പല സെൻറ്റൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ അടുത്തത്. സം എക്സാമ്പിൾസ് ഓഫ് പ്രിപ്പോസിഷൻസ്, വേർഡ്സ് ലൈക്ക് ഇൻ, അറ്റ്, ഓൺ, ഓഫ് ആൻഡ് ടു. ഇത്രയും പ്രിപ്പോസിഷൻസ്, ഇത്രയും കാര്യങ്ങൾ പ്രിപ്പോസിഷൻസ് ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. മനസ്സിലായോ? ഇത്രയുമാണ് മെയിനായിട്ട് വരുന്ന പ്രിപ്പോസിഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡയറക്ഷൻ കാണിക്കാനോ ടൈം കാണിക്കാനോ പ്ലേസ് കാണിക്കാനോ ലൊക്കേഷൻ കാണിക്കാനോ എന്തിനും നമ്മൾ ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, എന്താണ് പ്രിപ്പോസിഷൻ മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ. So my dear students, I hope all my students are understand about this story, the best investment I ever made. It's an anecdote by A.J. Cronin. Do you have any doubt about this chapter?
എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്തെങ്കിലും പാരഗ്രാഫ്സ് മനസ്സിലാവാതെ, മീനിങ്സ് മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതേപോലെ തന്നെ ഗ്രാമർ പോർഷൻസ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും പാരാഗ്രാഫ്സും അതിൽ വരുന്ന പാരാഗ്രാഫ്സിൽ തന്നെ വരുന്ന ചെറിയ പ്രിപ്പോസിഷൻ പോലെ അല്ലെങ്കിൽ ഒരുപാട് ഇഡിയംസ് ഫ്രേസസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ ലാസ്റ്റത്തെ പാരാഗ്രാഫിൽ ഒരുപാട് പ്രിപ്പോസിഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എഴുതി വെക്കുക. അതുപോലെ തന്നെ സൈഡ് ക്വസ്റ്റ്യൻസ് ഓരോ പാരാഗ്രാഫ് പറയുന്നത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എഴുതി വെക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ടിവിറ്റി പാർട്ടാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് കാണാം അല്ലേ? കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, 7 ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ മോർ വേർഡ്സ് അല്ലെങ്കിൽ മോർ ആക്ടിവിറ്റി ആയിട്ട് പിന്നെയും ഒരു 4 ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം അടുത്ത ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറി കംപ്ലീറ്റ് ആയി. എല്ലാവരും നന്നായിട്ട് വായിക്കുക. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ വരണം, എല്ലാം നോക്കിയിട്ട് വരണം. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.